നമ്മളെ എല്ലാവരെയും ആശങ്കയിലാക്കിയ വാർത്തയുടെ തന്നെ കൂടുതൽ വിശദാംശങ്ങളിലേക്കാണ് പോകുന്നത്. അർജുനെ തേടി നാട്. കർണാടകയിലെ ഷിരൂരിൽ മണ്ണിനടിയിൽപ്പെട്ട അർജുനായുള്ള രക്ഷാപ്രവർത്തനം ഇന്നത്തേക്ക് അവസാനിപ്പിച്ചിട്ടുണ്ട്. മോശം കാലാവസ്ഥയെ തുടർന്നാണ് ഈ തീരുമാനമെന്നാണ് അവിടെ നിന്നും ലഭിച്ച വിവരങ്ങൾ. പ്രദേശത്ത് മണ്ണിടിച്ചിൽ സാധ്യതയുണ്ട് എന്നുകൂടി പറയുന്നുണ്ട്. ഉന്നത പോലീസ് ഉദ്യോഗസ്ഥർ സംഭവസ്ഥലത്ത് എത്തിയിട്ടുണ്ട്. തിരച്ചിലിന് സൈന്യത്തിന്റെ സഹായം തേടിയെന്ന് കാർവാർ SP P നാരായണ 24-നോട് പറഞ്ഞു. Sir, now that's why we made 4 contours. So we cannot take the entire mud outside, but since the lorry is very long, we are making multiple contours from to go inside the river. We are requested for military from the Belgaum to come tomorrow and have a situation assessed, and they can both launch operations on the landslide area and also river. എന്നാലും രക്ഷാപ്രവർത്തനത്തിന് നാളെ രാവിലെ സൈന്യം എത്തുമെന്ന് കർണാടക ഉപമുഖ്യമന്ത്രി DK ശിവകുമാർ അറിയിച്ചതായി MK രാഘവൻ MP 24-നോട് പറഞ്ഞു. ഞാൻ രാവിലെ മുതൽ കർണാടകത്തിൽ അവരുമായി ബന്ധപ്പെട്ടുകൊണ്ടിരിക്കുകയായിരുന്നു. ഇപ്പം കർണാടകത്തിലെ ഡെപ്യൂട്ടി മുഖ്യമന്ത്രി ശിവകുമാർ എന്നെ തിരിച്ച് ഫോണിൽ വിളിച്ച് പറഞ്ഞു, നാളെ രാവിലെ സൈന്യം അവിടെ റെസ്ക്യൂ ഓപ്പറേഷൻ ആരംഭിക്കും, തീരുമാനമായി എന്ന് അദ്ദേഹം അറിയിച്ചു. ഇന്ന് രാവിലെ മുതൽ ഈ സൈന്യത്തിന്റെ കാര്യവുമായി ബന്ധപ്പെട്ടുകൊണ്ട് അവിടെ സംസാരിക്കുകയായിരുന്നു. ഒന്നും തീരുമാനം വരാത്തതുകൊണ്ടാണ് ആരോടൊന്നും പറയാൻ കഴിയാതെ പോയത്. ഇപ്പോൾ ഡെപ്യൂട്ടി മുഖ്യമന്ത്രി ഫോണിൽ എന്നെ വിളിച്ചു പറഞ്ഞു, നാളെ രാവിലെ സൈന്യം റെസ്ക്യൂ ഓപ്പറേഷൻ ആരംഭിക്കാൻ വേണ്ടി പോകാമെന്ന് അറിയിച്ചു. ട്രക്കർ അവർ ഐഡന്റിഫൈ ചെയ്തെന്നാണ് കിട്ടുന്ന വിവരം അവിടെ നിന്ന്. വിവരങ്ങളുമായി അരുൺ പാറയ്ക്കൽ ചേരുന്നുണ്ട് ഷിരൂരിൽ നിന്ന്. അരുൺ, ആശ്വാസകരമായ വാർത്തയാണ് പുറത്തു വരുന്നത്. സൈന്യം തിരച്ചിലിനായി എത്തുന്നു എന്നുള്ളത്. സൈന്യം എന്തായാലും സ്ഥിതിഗതികൾ വിലയിരുത്താൻ എത്തുന്നു എന്നാണ് SP പറഞ്ഞത്. പക്ഷേ എങ്കിലും സൈന്യം എത്തുന്നു എന്ന് പറയുന്നത് നമ്മളെ സംബന്ധിച്ച് ഏറെ ധൈര്യം പകരുന്ന ഒരു വാർത്ത തന്നെയാണ്. സൈന്യം എപ്പോൾ എത്തിച്ചേരും? ഒപ്പം തന്നെ ഇന്നത്തെ തിരച്ചിൽ അല്പസമയം മുൻപാണ് അവസാനിപ്പിച്ചത്. തിരച്ചിൽ എവിടെയാണ് എത്തി നിൽക്കുന്നത്? പ്രവിത, പ്രജിൻ, ഏറെ ആശ്വാസകരമായ വാർത്ത, ഏറെ പ്രതീക്ഷ നൽകുന്ന വാർത്തയാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. 24-നോടാണ് MK രാഘവൻ MP DK ശിവകുമാർ അറിയിച്ചു. കർണാടക ഉപമുഖ്യമന്ത്രി DK ശിവകുമാർ അറിയിച്ച ആ കാര്യം വെളിപ്പെടുത്തിയത്. നാളെ സൈന്യം തെരച്ചിലിനായി ഷിരൂരിൽ ഇറങ്ങുമെന്നുള്ളതാണ്. മാത്രമല്ല, ഈ ജില്ലാ പോലീസ് മേധാവി P നാരായണയും ഈ കാര്യം 24-നോട് നേരത്തെ അറിയിച്ചിരുന്നു. ഈ സൈന്യത്തിന്റെ സേവനം തേടിയിട്ടുണ്ട്. സൈന്യത്തിന്റെ സേവനമില്ലാതെ നമുക്ക് ഒരടി പോലും ഇനി മുന്നോട്ട് പോകാൻ കഴിയാത്ത സാഹചര്യമാണെന്ന് P നാരായണയും വ്യക്തമാക്കിയിരുന്നു. സ്ഥലം MLAയും ഇത് ആവർത്തിച്ച് പറഞ്ഞു. നമ്മളോട് ഇക്കാര്യങ്ങൾ സൈന്യത്തിന്റെ സേവനത്തെക്കുറിച്ച്, അല്ലെങ്കിൽ സൈന്യം ഇറങ്ങും, ഉടൻ തന്നെ സൈന്യം ഇറങ്ങി രക്ഷാപ്രവർത്തനം ആരംഭിക്കുമെന്നതിനെക്കുറിച്ച് നമ്മളോട് ജില്ലാ പോലീസ് മേധാവിയും അതുപോലെ തന്നെ സ്ഥലം MLAയും വ്യക്തമാക്കിയതാണ്. അതിനെ അടിവരയിടുന്ന, അത് ഉറപ്പിക്കുന്ന കാര്യമാണ് ഇപ്പോൾ കർണാടക ഉപമുഖ്യമന്ത്രി DK ശിവകുമാർ വ്യക്തമാക്കിയത്. ഈ സൈന്യം നാളെ തന്നെ ഈ തെരച്ചിലിനായി ഇറങ്ങും. ഉടൻ തന്നെ അർജുനെ നമുക്ക് പുറത്തെത്തിക്കാൻ സാധിക്കുമെന്ന പ്രതീക്ഷയ്ക്ക് വക നൽകുന്ന ഒരു വിവരം ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നു. എന്തായാലും ഇന്നും ശക്തമായ രീതിയിൽ, നല്ല രീതിയിലുള്ള തെരച്ചിലൊക്കെ തന്നെ നടന്നിരുന്നു. NDRFന്റെയും SDRFന്റെയും അതുപോലെ തന്നെ ഫയർഫോഴ്സിന്റെയും പോലീസിന്റെയും ഒക്കെ വിവിധ സംഘങ്ങൾ ഉണ്ടായിരുന്നു. നാവികസേന സ്കൂബ ടീം ഈ നദിയിൽ, ഗംഗാവലി നദിയിൽ തെരച്ചിൽ നടത്തിയിരുന്നു. പക്ഷേ ഇന്നും കൃത്യമായ വിവരങ്ങൾ, ഇത് സംബന്ധിച്ച കൃത്യമായ വിവരങ്ങൾ പുറത്തെത്തിക്കാൻ സാധിച്ചില്ല. ഇന്ന് പ്രതീക്ഷയ്ക്ക് വക നൽകിയിരുന്ന ഒരു കാര്യം ഈ റഡാർ സംവിധാനം ഉപയോഗിച്ചുള്ള തെരച്ചിലായിരുന്നു. ഇത് രാവിലെ 8:30യോടുകൂടി തെരച്ചിൽ ആരംഭിക്കുമെന്നാണ്, ബംഗളൂരുവിൽ നിന്ന് ഈ റഡാർ എത്തിച്ച് 8:30യോടുകൂടി തെരച്ചിൽ ആരംഭിക്കുമെന്നാണ് ആദ്യഘട്ടത്തിൽ അറിയിച്ചത്. പക്ഷേ ഈ തെരച്ചിൽ ആരംഭിക്കുന്ന സമയം 10:30ആയി. ഒപ്പം തന്നെ ഈ തെരച്ചിലിലെ ചില ഏകോപനമില്ലായ്മയും അതിനെ പ്രതികൂലമായി ബാധിക്കുകയൊക്കെ ചെയ്തു. ഈ റഡാർ സംവിധാനത്തിലെ ഒരു പ്രശ്നമായി നമുക്ക് മനസ്സിലാക്കാൻ സാധിച്ചത്, ഈ ഡ്രൈ സോയിലിൽ മാത്രമാണ് ഈ റഡാർ സംവിധാനം കൃത്യമായി, അത് അതിൻ്റെ ലൊക്കേഷൻ കൃത്യമായി മനസ്സിലാക്കാൻ സാധിക്കൂ. ഈ മണ്ണ് അങ്ങനെയല്ല. ഈ മല ഒന്നാകെ ഇടിഞ്ഞ് ഈ ഗംഗാവലി നദിയിലേക്ക് ഇടിഞ്ഞു പോയ ഒരു സാഹചര്യമുണ്ട്. ഒപ്പം മലയിൽ നിന്ന് നേരത്തെ തന്നെ ഈ പ്രദേശവാസികളൊക്കെ സൂചിപ്പിച്ചിരുന്നു, ഒരു പ്രശ്നവുമില്ലാത്ത സമയത്ത് ആ മലയിൽ നിന്ന് ഈ പ്രദേശത്ത് കൂടി നീരുറവ് ഉണ്ടായിരുന്നു. ആ നീരുറവിൽ കുളിക്കാനും അവിടെ നിന്ന് പ്രാഥമിക ആവശ്യങ്ങളൊക്കെ നിറവേറ്റാനും വേണ്ടി ലോറി ഡ്രൈവർമാരും ചരക്ക് വാഹനങ്ങളിലെ തൊഴിലാളികളൊക്കെ അവിടെ വാഹനം നിർത്തുന്ന പതിവുണ്ടായിരുന്നു. അതുപോലെ തന്നെ ഈ മണ്ണ്
ഇടിഞ്ഞു വീണ സമയത്തും ഇപ്പോഴും ആ നീരുറവ പല ഭാഗങ്ങളിലായി വന്നുകൊണ്ടിരിക്കുകയാണ്. ഈ മണ്ണിന് നനവുണ്ട്, ഒപ്പം കനത്ത മഴയുമുണ്ട്. ഇന്ന് റെഡ് അലേർട്ടാണ്. ഇന്ന് പകൽ കുറച്ച് അനുകൂലമായ കാലാവസ്ഥയായിരുന്നു. പക്ഷേ 6 മണിക്ക് ശേഷം ശക്തമായ മഴയും കാറ്റുമാണ് ഈ പ്രദേശത്തെ ഷിരൂരിൽ രേഖപ്പെടുത്തിയത്. അതുകൊണ്ട് പ്രതികൂലമായ കാലാവസ്ഥയാണ്. ഈ കാലാവസ്ഥയൊക്കെ തരണം ചെയ്തുകൊണ്ട് വേണം ഇനി തെരച്ചിൽ മുന്നോട്ട് പോകാൻ. ഇന്ന് ചില പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ഒപ്പം തെരച്ചിലിലെ ഏകോപനമില്ലായ്മയും ഇതിനെ ഒരു പ്രതികൂലമായി ബാധിച്ചു. ഇനി നാളെ അത്തരമൊരു സാഹചര്യം ഉണ്ടാവാതിരിക്കാനുള്ള ശ്രമമാണ് നടത്തുന്നത്. ഒപ്പം അർജുന്റെ ബന്ധുക്കളൊക്കെ ആവശ്യപ്പെട്ടതുപോലെ തന്നെ സൈന്യത്തിന്റെ സേവനം നാളെ ലഭിക്കുമെന്നാണ് നമുക്ക് അറിയാൻ സാധിക്കുന്നത്. സൈന്യം ഉടൻ തന്നെ ഇന്ന് തന്നെ അവിടെ നിന്ന് പുറപ്പെട്ടു. നാളെ ആദ്യഘട്ടത്തിൽ അതിരാവിലെ തന്നെ വന്ന സ്ഥിതിഗതികൾ വിലയിരുത്തും. ശരി, അരുൺ പാറക്കൽ തുടരുക. ഇപ്പോൾ ഈ രക്ഷാപ്രവർത്തനത്തിന്റെ ഭാഗമായ രഞ്ജിത്ത് ഇസ്രായേൽ കൂടി ടെലിഫോൺ ലൈനിൽ ചെയ്യുന്നുണ്ട്. ശ്രീ രഞ്ജിത്ത്, നമുക്ക് ആശ്വാസമുള്ള വാർത്ത ഇപ്പോൾ അല്പസമയം മുൻപാണ് വന്നത്. നാളെ രാവിലെ സൈന്യം വരുന്നു രംഗത്ത്. അപ്പോൾ രക്ഷാപ്രവർത്തനം ആ രീതിയിൽ നടക്കുമെന്നാണ് ഇപ്പോൾ അറിയിച്ചിരിക്കുന്നത്. അപ്പോൾ ഇന്നലത്തിന് സമാനമായ രീതിയിൽ ഇന്നും രാത്രിയിൽ ഈ തെരച്ചിൽ നിർത്തേണ്ട ഒരു സാഹചര്യമുണ്ട് എന്ന് അവിടുന്ന് പറയുന്നു. അപ്പോൾ എന്താണ് ഇന്നത്തെ അവിടുത്തെ ഒരു അവസ്ഥ? നമ്മൾ എത്രമാത്രം മുന്നേറിയിട്ടുണ്ട്, എത്രമാത്രം അകലെയാണ് ഈ സ്പോട്ട്, അതൊക്കെ നമുക്കൊന്ന് പറയാമോ? ഞാന് ഇത് കഴിഞ്ഞപ്പോ ബ്രീഫ് ചെയ്തായിരുന്നു ഇവരായിട്ട് ചീഫ് സെക്രട്ടറി IG-യും ഒന്ന് ബ്രീഫ് ചെയ്തിരുന്നു. അപ്പൊ രാവിലെ നമ്മൾ ഒരു 6 മണി 6:30 ആരംഭിക്കുകയാണ്. നമ്മൾ ഇപ്പം ട്രേസ് ചെയ്ത ലൊക്കേഷനിൽ തന്നെ വണ്ടി ഉണ്ടാവുമെന്ന് പറഞ്ഞാൽ പൂർണ്ണമായിട്ടും വിശ്വസിക്കുന്നത്. കാരണം ഞാൻ ട്രിവാൻഡ്രത്ത് നിന്ന് വന്നിട്ട് പറഞ്ഞ പോലെ നമുക്കൊരു റെസ്ക്യൂ ട്യൂബ് അടിച്ചു സെക്കൻഡ് ചെയ്ത പോലെ കറക്റ്റ് ലോറി ലൊക്കേഷൻ കിട്ടിയാൽ മാത്രമേ നമുക്ക് അങ്ങനെ ചെയ്യാൻ പറ്റത്തുള്ളൂ. അല്ലാതെ നമുക്ക് ലോറി ട്രേസ് ആയിട്ടില്ല. നമ്മൾ GPR വെച്ചിരിക്കുന്ന പോസിബിലിറ്റീസ് ആണ് നമ്മൾ ചെക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത്. പിന്നെ കളക്ടറോട് ഈ കാര്യം പറഞ്ഞാൽ എഞ്ചിനീയറിംഗ് ഗ്രൂപ്പ് ഈ ആർമിയുടെ എഞ്ചിനീയറിംഗ് ഗ്രൂപ്പ് ഒഴിവാണെങ്കിൽ കുറച്ചും കൂടെ വളരെ സഹായകരമായിരിക്കും. വളരെ ഫാസ്റ്റായിട്ട് തീർക്കാൻ പറ്റും. കുറച്ചും കൂടെ ഒരു NDRF-നേക്കാളും കുറച്ചും കൂടെ ശക്തമാണ് അവർ. ആ ഒരു എഞ്ചിനീയറിംഗ് ഗ്രൂപ്പ് വരാമെങ്കിൽ ബാക്കി ഇപ്പം ഈ 3 മണി വരെയും ശരിയായിട്ടുള്ള ദിശയിലല്ല ഈ വർക്ക് പോയത്. 3 മണിക്ക് ശേഷം നമ്മൾ എത്തിയതിനു ശേഷമാണ് കളക്ടറോട് പ്രത്യേകം ആവശ്യപ്പെട്ടിട്ടാണ് അങ്ങോട്ട് നമ്മൾ GPR വെച്ച് അത് മാർക്ക് ചെയ്യും. അവിടെ ഉള്ളവർ ഒരു ഡെബ്രിസ് നീക്കുകയും ചെയ്യുന്നത്. കാരണം ഇപ്പോൾ വളരെ സോയിൽ വെച്ചാൽ വളരെ ചവിട്ടി താഴ്ന്നു രീതിയിലുള്ള സോയിലാണ്. നമ്മൾ ആ ഒരു ലാൻഡ് സ്ലൈഡിങ് നടക്കുന്നതിന് മുകളിൽ നിന്ന് തന്നെയാണ് നമ്മൾ GPR എടുത്ത് തുടങ്ങിയത്. ശരിക്കും ഇതിപ്പോൾ ഈ ഏറ്റവും ഒടുവിൽ അവസാനം മറ്റൊരു സിഗ്നൽ ലഭിച്ചു റഡാറിൽ നിന്നൊക്കെയുള്ള വിവരം വന്നിരുന്നു. അതും ഈ കറക്റ്റ് നേരത്തെ ലൊക്കേറ്റ് ചെയ്ത അതേ സ്പോട്ടിൽ തന്നെയാണോ ലഭിച്ചത്? ഇല്ല, GPR നമ്മൾ ലൊക്കേറ്റ് ചെയ്യാണ്. ഞാനും കൂടെയുള്ള കൃഷ്ണനാഥുണ്ട്, പിന്നെ NDRF ഓഫീസേഴ്സാണ്, പിന്നെ ഈ GPR-ന്റെ 2 ഇതുണ്ടാകുന്നത്. ഞങ്ങൾ തന്നെ റിസ്ക് ഏറ്റെടുത്ത് കളക്ടർ പറഞ്ഞ് ഞങ്ങൾ തന്നെ അവിടെ നിൽക്കാൻ പറ്റത്തില്ല, പെട്ടെന്ന് മണ്ണിടിഞ്ഞ് വീഴുന്നുണ്ട്. വളരെ ശ്രദ്ധിച്ചാണ് ആ ഒരു സ്പേസിലേക്ക് പോയത്. അപ്പൊ അവിടെ കുറച്ച് നമുക്ക് മാർക്കും കിട്ടിയിട്ടുണ്ട്. ഒരു ട്രയാങ്കിൾ ഷേപ്പിൽ നമ്മളൊരു മാർക്ക് വെച്ചിട്ടുണ്ട്. എത്രമാത്രം താഴെയാണ് അതിന്റെ ആഴമൊക്കെ നമുക്കത് മനസ്സിലാവും? ആ സിഗ്നൽ ലഭിച്ചു കഴിഞ്ഞാൽ അത് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റുമോ? ഒരു ഇപ്പം എങ്ങനെയാലും ഒരു 8 feet 10 feet-ഓളം കിടപ്പുണ്ട്, 12 feet കഴിഞ്ഞിട്ട്. കാരണം കുന്നിനൊരു ഒരു കടയ്ക്ക് ഓപ്പോസിറ്റ്, അതായത് ഒരു കട ഉണ്ടായിരുന്നു. ആ കട പൂർണ്ണമായിട്ട് പോയിട്ടുണ്ട്. അത് പൂർണ്ണമായിട്ട് നശിച്ചത് വെള്ളത്തിലേക്ക് അവിടെ നിന്ന് ആൾക്കാർ മരിച്ചിട്ടുണ്ട്. ഇതിന്റെ ഓപ്പോസിറ്റാണ് ഈ വണ്ടി പാർക്ക് ചെയ്തിരുന്നത്. ഈ വണ്ടി പാർക്ക് ചെയ്യുന്നതിന് അതിന്റെ തൊട്ട് ആ വശത്ത് നമുക്ക് GPR ഈ പോയിന്റും കിട്ടിയിരിക്കുന്നു. അതുകൊണ്ട് ആ ഒരു വശത്ത് വണ്ടി ഉണ്ടാകാൻ ചാൻസ് പോസിബിലിറ്റിയാണ് ഈ പറഞ്ഞിരിക്കുന്നത്. രഞ്ജിത്ത്, അതോടൊപ്പം തന്നെ ഈ ഇപ്പോൾ ഇന്ന് കറക്റ്റ് അതിനുള്ള ഒരു മാർക്കൊക്കെ എടുത്ത് നിങ്ങൾ ആ തിരച്ചിൽ തുടങ്ങിയിരുന്നു. പക്ഷെ ശക്തമായ മഴ വലിയൊരു വെല്ലുവിളി ആയിരുന്നു. ഇനിയിപ്പോൾ നാളെയും ഇതേ സ്ഥലത്ത് തന്നെ വീണ്ടും സെയിം പ്രൊസീജിയർ ആവർത്തിക്കേണ്ടി വരുമോ? അങ്ങനെയാണോ ഇതിന്റെ രീതി? നാളെ അവിടെ തന്നെയാണ് സെർച്ച് ചെയ്യുന്നത്. നാളെ ആ പൊസിഷൻ സെർച്ച് ചെയ്തില്ല. ഇന്ന് 3 മണിക്ക് ശേഷം അവിടെ ഞാൻ വന്നതിന് ശേഷമാണ് അത് പ്രത്യേകം ആവശ്യപ്പെട്ടിട്ടാണ് സെർച്ച് നടത്തിയത്. അവിടെ ജില്ലാ ഭരണകൂടത്തിനോടും കളക്ടറോടും SPയോടും ബാക്കിയുള്ള അധികാരികളോടും പറഞ്ഞ് ആ സ്ഥലത്ത് തന്നെ. ഇതിപ്പോൾ റോഡിന്റെ നടുവിലായിട്ടാണ് അടയാളപ്പെടുത്തിയിരിക്കുന്നതെന്നാണ് മനസ്സിലാക്കുന്നത്, അങ്ങനെയല്ലേ? എന്താ? റോഡിന്റെ നടുവിലായിട്ടാണ് ഇപ്പോൾ അടയാളപ്പെടുത്തിയിരിക്കുന്നതെന്നാണ് മനസ്സിലാക്കുന്നത്. റോഡിന് നടുവിലല്ല, ഇത് ലെഫ്റ്റ് സൈഡ് ചേർന്നിട്ടുള്ള ഒരു പാർക്കിംഗ് പ്ലേസിന്റെ അതായത് ഈ വാഹനം പാർക്ക് ചെയ്ത അതേ സ്ഥലത്ത് ആണെന്നാണ് അല്ലേ? അതെ, വാഹനം പാർക്ക് ചെയ്തിരിക്കുന്ന ആ ഒരു സ്ഥലത്താണ് ഈ അടയാളപ്പെടുത്തിയിരിക്കുന്നത്. ഏറ്റവും കൂടുതൽ ട്രേസ് ചെയ്ത ഒരു പോയിന്റ്സ് മാർക്ക് ചെയ്തിരിക്കുന്നത് അവിടെയാണ്. GPR-ന്റെ ഒരു പെൻട്രേഷൻ റഡാറിന്റെ ഒരു നമുക്ക് സ്കോറിംഗ് കിട്ടിയ ആ ഒരു പ്ലേസുകളിൽ നിന്നാണ് കിട്ടിയത്. നമുക്ക് അവിടെ ഇങ്ങനെ ഒരു അതെ, ഇതിപ്പോൾ നാളെ സൈന്യം കൂടെ വരുന്നുണ്ട്. സൈന്യം വന്നതിന് ശേഷം അവർ ആ ഒരു സ്ഥിതിഗതികൾ വിലയിരുത്തും എന്നാണ് മനസ്സിലാക്കുന്നത്. അവരുടെ ആ ഒരു ആക്ഷൻ അത് നാളെ തന്നെ ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കാമോ?
ഇല്ല, ഇത് കുറച്ച് കോംപ്ലിക്കേറ്റ് ടാസ്ക് ആണത്. ഇപ്പൊ നമ്മള് ആ ഒരു ചെയ്ത കണക്ക് തന്നെയാണ് ഇതുവരെ. കാരണം സൈന്യത്തിനൊപ്പം ഒരുപാട് തവണ പ്രവർത്തിച്ചിട്ടുണ്ട് ഞാൻ. ഇന്ത്യൻ ആർമിയുടെ തന്നെ പ്രശംസാപത്രം വാങ്ങിച്ചിട്ടുണ്ട്. കാരണം എനിക്ക് അവരുടെ ഈ ഡിസാസ്റ്റർ മാനേജ്മെന്റ് ഫീൽഡ്, റെസ്ക്യൂ ഫീൽഡിൽ തന്നെ പോരാട്ടം ഒരുപാട് ഇതുണ്ട്. കാരണം നമുക്ക് എന്തായാലും അവരോട് ഞാൻ രാവിലെ തന്നെ ഈ ഒരു ബ്രീഫ് ചെയ്ത് കൊടുക്കേണ്ട വരും. കാരണം നമ്മൾ എന്തുമാത്രം ഈ പൊസിഷനിലേക്ക് പോയി, എന്തൊക്കെയാണ് മൂവ്മെന്റ്സ്, ഇന്ന് വൈകിട്ട് ചീഫ് സെക്രട്ടറിയോടും IG എക്സ്പ്ലെയിൻ ചെയ്ത പോലെ, ബ്രീഫ് ചെയ്ത പോലെ അല്ല അതുപോലെ തന്നെ നാളെ ചെയ്യേണ്ടി വരും. എന്തായാലും ഈ പൊസിഷനിലാണ് ഉറപ്പ്. ഇത് ഈ ഒരു പാത്ത് തന്നെയാണ് ഉണ്ടെന്നുള്ളതാണ് എന്റെ കൺസെപ്റ്റ്. കാരണം എന്തായാലും കൂടുതലും ആൾക്കാർ അനുമാനിക്കുന്ന ഈ സംഭവം ഈ സ്ഥലത്ത് തന്നെയാണ്. കാരണം അവിടെ ആരും തുടങ്ങിയിട്ടില്ല. നമ്മൾ വന്നതിന് ശേഷമാണ് അവിടെ ഈ മണ്ണ് മാറ്റാനുള്ള പ്രക്രിയ കളക്ടറോട് ആവശ്യപ്പെട്ട് അവിടെ പ്രത്യേക അനുവാദം വാങ്ങിച്ച് അഞ്ച് JC പ്രൊക്ലൈനറും JCBs ഉപയോഗിച്ച് മണ്ണ് മാറ്റുന്ന ഘട്ടം തുടങ്ങിയത്. ഞാൻ അത് ഒരുപാട് കളക്ടർ ആവശ്യപ്പെട്ട് മാത്രമാണ് ഇപ്പൊ നീങ്ങി തുടങ്ങിയത്. അവിടെ നിന്ന് അർജുന്റെ അളിയൻ ജിതിനും ബാക്കി നാട്യ ഉദ്യോഗസ്ഥരുടെ ഇത് തന്നെ അവർ ദൃക്സാക്ഷികളാണ് ഈ കാര്യത്തെക്കുറിച്ച്. അതെ രഞ്ജിത്ത്, അപ്പോൾ അവിടുത്തെ ഒരു ടെറൈനൊക്കെ മനസ്സിലാക്കിയപ്പോൾ ഇപ്പം ഉത്തരകാശിയിലടക്കം ഉണ്ടായ ആ സംഭവങ്ങളൊക്കെ നമ്മുടെ മനസ്സിലുണ്ട്. അവിടെ രഞ്ജിത്ത് രക്ഷാപ്രവർത്തനത്തിൽ ഉണ്ടായ ആൾ കൂടിയാണ്. അപ്പോൾ അതേ സമാനമായ രീതിയിലുള്ളൊരു ഓപ്പറേഷൻ തന്നെ വേണോ ഇവിടെ? അതായത് ഈ ഷാഫ്റ്റ് ഇറക്കി നമുക്ക് ആ ടാർഗറ്റ് ഉണ്ടായിരുന്നു. ആ ഒരു തൊഴിലാളികൾ ടണലിനകത്തുള്ള ഒരു ടാർഗറ്റ് ഉണ്ട്. അതിന് ലോറി അവിടെ ടാർഗറ്റ് ചെയ്തത്. ലോറി കറക്റ്റ് പെർഫെക്റ്റ് ആ ടാർഗറ്റ് കഴിഞ്ഞാൽ നമുക്ക് മണ്ണ് മാറ്റിയില്ലെങ്കിൽ നമുക്ക് ട്യൂബ് അടിച്ച് അവിടെ എത്തിക്കഴിഞ്ഞാൽ കൊളാപ്സ് ചെയ്ത് വിക്ടിമിനെ നമുക്ക് അതിൽ ഇതാക്കി. അതാണ് സംശയം രഞ്ജിത്ത്. അങ്ങനെയെങ്കിൽ ഇപ്പോൾ എന്താണ് അടുത്ത ഓപ്പറേഷൻ? അത് നമ്മൾ കൃത്യമായ ഒരു 100% അക്യുറേറ്റ് ആയിട്ട് നമുക്ക് കൃത്യമായി ലൊക്കേഷൻ ഇല്ല, അതൊരു വസ്തുതയാണ്. ട്രേസ് ഔട്ട് ചെയ്യണം നമ്മൾ. അതിനുള്ള ഒരു ഇതാണ് ചെയ്യുന്നത്. അതിനുള്ള ഒരു ആ സ്ഥലം കെട്ടി അവിടെ ഒരു എബിലിറ്റി അതിനാണ് കാണിക്കുന്നത്. ഈ സ്ഥലത്ത് നമ്മൾ മാക്സിമം നോക്കുന്നുണ്ട്. ഈ സ്ഥലത്ത് അത് ഇനിയിപ്പോൾ ഇവിടെ ഈ മണ്ണിടിയാനുള്ള സാധ്യതയുണ്ടോ? അങ്ങനെയും പറയുന്നു കേൾക്കുന്നു. മണ്ണിടിയുന്നുണ്ട്. നമ്മൾ കയറിയപ്പോൾ മണ്ണിടിയുന്നുണ്ട്. ഒരുപാട് വളരെ റെസ്ക്യൂളായിരുന്നു നമ്മൾ കയറി. GPR ഈ മാർക്ക് അടയാളപ്പെടുത്താൻ കയറിയപ്പെടുത്തിയ മുകളിൽ മണ്ണിടിച്ചിട്ടുണ്ട്. അത് കാരണം അവർ NDRF മുകളിലോട്ട് കയറി. നമ്മൾ വന്നതിന് ശേഷമാണ് ആ സ്ഥലത്തേക്ക് മാർക്കിംഗ് തന്നെ നടക്കുന്നത്. അതെ രഞ്ജിത്ത്, ഇതിനോടൊപ്പം ഇപ്പൊ ഈ ലോറിക്കൊപ്പം മറ്റു വാഹനങ്ങളും ഉണ്ടെന്നാണ് അറിയുന്നത്. അങ്ങനെ നോക്കുമ്പോൾ അത് ലോറി തന്നെയാണെന്ന് ഉറപ്പിക്കാനും സാധിക്കുന്നില്ല എന്ന് റിപ്പോർട്ടുകൾ വരുന്നുണ്ടായിരുന്നു. നമുക്ക് ലോറി നമുക്ക് ഇതിനകത്ത് ഇവാക്യുവേറ്റ് ചെയ്യണമെങ്കിൽ ലോറി ട്രേസ് ചെയ്യണം. ആ ലോറി ട്രേസ് ചെയ്യണം എളുപ്പം. ആ ലോറി എങ്ങനെയാണ് ട്രേസ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ആ വ്യക്തിമിനെ ഇവാക്യുവേറ്റ് ചെയ്യാൻ പ്രയാസം കാണത്തില്ല. അതുകൊണ്ട് ലോറി തന്നെ എത്രയും പെട്ടെന്ന് ഫൈൻഡ് ഔട്ട് ചെയ്യാന്നുള്ളതാണ് വേണ്ടത്. ഇപ്പോൾ ഈ GPS സിഗ്നൽ വന്ന അതേ സ്ഥലം കേന്ദ്രീകരിച്ച് തന്നെയാണ് ഈ ഒരു GPS ലോറി വന്ന് അത് 10-50 മീറ്റേഴ്സ് പ്ലസ് ആകാം മൈനസ് അങ്ങോട്ടും ഇങ്ങോട്ട് വേരിയേഷൻ സംഭവിക്കാതെ. GPSന്റെ അതിന്റെ ഇവിടുത്തെ ആക്യുറസി പോലൊക്കെ ഇരിക്കും. നമ്മളിപ്പോ ഉപയോഗിച്ച GPR ആണ്, ഗ്രൗണ്ട് പെനിട്രേറ്റിംഗ് റഡാറാണ്. ആ ഒരു യൂസ് ചെയ്തിട്ടുണ്ടോ മാർക്ക് ചെയ്തത് അങ്ങനെ ഒരു പൊസിഷനാണ് നമ്മളിപ്പോ നോക്കുന്നത്. ശരി, എന്തായാലും അപ്പോൾ നാളെ രാവിലെ സൈന്യം കൂടി വരുമ്പോൾ ഓപ്പറേഷൻ ഒന്നുകൂടി മികച്ച രീതിയിൽ മുന്നോട്ട് പോകും. അപ്പോൾ നമുക്ക് രക്ഷപ്പെടുത്തിയെടുത്താൻ കഴിയട്ടെ അർജുൻ. അതിന് രഞ്ജിത്തിനും സംഘത്തിനും സാധിക്കട്ടെ എന്ന് ആശംസിക്കുകയാണ്. ആ ഒരു പ്രതീക്ഷയിലാണ് നമ്മളെല്ലാവരും. കേരളം കാത്തിരിക്കുകയാണ് ഒരു നല്ല വാർത്തയ്ക്കായി. ശരി, രഞ്ജിത്താണ് നമ്മോട് സംസാരിച്ചത്. ഇന്ന് ഈ ഓപ്പറേഷൻ്റെ ഭാഗമായിരുന്നു രഞ്ജിത്ത്. അവിടെ പോയി അവിടുത്തെ സാഹചര്യം എന്താണെന്ന് കൃത്യമായി മനസ്സിലാക്കിയ ആളായതുകൊണ്ടാണ് ഇത്രയും കാര്യങ്ങൾ കൃത്യമായി വിശദീകരിച്ചത്. ഇപ്പോൾ ഏറ്റവും ഒടുവിൽ കിട്ടിയ സിഗ്നലും ഏതാണ്ട് ആ ലൊക്കേഷൻ കൃത്യമായി പറഞ്ഞു തരുന്നുണ്ട്. അപ്പോൾ അവിടെയാണ് നാളെ സൈന്യം എത്തി ഓപ്പറേഷൻ നടത്തുക എന്ന് പറയുന്നത്.